ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്രോ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറഞ്ഞത് ചെയിൻ സ്പോക്കറ്റ് മാറ്റാറുണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റണം, വൈസർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുഡ് റെസ്റ്റ് റൈറ്റ് സൈഡ് ഫുഡ് റെസ്റ്റ് ഹോൾഡർ കംപ്ലൈൻറ്റ് ഉണ്ട്, അതായത് ബ്രാക്കറ്റ് അത് ഉണ്ടെങ്കിൽ മാറ്റണം, സീറ്റ് കവർ മാറ്റണം, ഫ്രണ്ട് ഇൻഡിക്കേറ്റർ ഒരു സൈഡ് തിരിയുള്ള, ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ചെയിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. ചെയിൻ സ്പോക്കറ്റ് നമുക്ക് ഫുള്ളായിട്ട് അഴിച്ച് മാറ്റണം. സ്പോക്കറ്റ് ബാഗ് കാര്യങ്ങളൊന്നും വേറെ പ്രോബ്ലം ഇല്ല. അതേപോലെ ബാക്ക് ബ്രേക്ക് ലൈൻഡറിൻ്റെ ആയാലും അത്യാവശ്യം കമ്പനി ലൈൻഡർ അടക്കം അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ എഞ്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു ലീക്കേജ് ഉണ്ട്, ഈ സൈഡ് ഓയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാനായിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വന്ന ഓയിൽ സീൽ ഓർക്കും മാറ്റിയിടണം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്ന ടൈമാണ്, അപ്പോൾ ഓയിലും മാറ്റിയേക്കാം. സീറ്റ് കവർ ഉടനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ സീറ്റ് കവർ നമുക്ക് അറേഞ്ച് ചെയ്തിടാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം തുരുമ്പാണ്, ഈ ഭാഗമൊക്കെ നല്ല രീതിയിൽ തുരുമ്പുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ടെസ്റ്റ് വർക്ക് ആവാൻ സമയമായിട്ടുണ്ട് ടെസ്റ്റിൻ്റെ. ആ കൂട്ടത്തേക്കൂടെ അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. ഈ ഒരു ബ്രാക്കറ്റാണ് നമ്മൾ പറഞ്ഞിരുന്നത്, പക്ഷേ ആ ബ്രാക്കറ്റ് ഐറ്റം സ്റ്റോക്കിലില്ല നിലവിൽ. ഞാനത് ലെവൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ദിവസം നോക്കാം. ലെവൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെവൽ ചെയ്തിടാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് അറേഞ്ച് ചെയ്ത് നമുക്ക് മാറ്റിയിടാനായിട്ട് ശ്രമിക്കാം. പിന്നെയുള്ളത് വൈസറാണ്. വൈസർ ഈ പറഞ്ഞ രീതിയിൽ ഓൾറെഡി സ്റ്റോക്കിലില്ല. പിന്നെ നമ്മൾ പുറമേ നിന്ന് കുറഞ്ഞ ഐറ്റം മേടിച്ച് വെക്കണേലും നല്ലതേ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിയായിട്ട് നമുക്കത് വരുത്തി മാറ്റണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഈ ഫൈബർ എന്ന് പറയുമ്പോഴത്തേക്കും കുറഞ്ഞ ഫൈബർ വെച്ചാൽ പറഞ്ഞുകൊണ്ട് പൊട്ടിപ്പോവും. അപ്പോൾ ഒറിജിനലായിട്ടാണെങ്കിൽ പിന്നെ അത്രയും കുഴപ്പമുണ്ടാവില്ല, നിന്നോളും. ആയിട്ട് ഓർഡർ ചെയ്ത് എടുക്കണമെന്നുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇപ്പോൾ നമുക്ക് ആ വൈബ്രേഷനൊക്കെ ഒരു പരിധി വരെ ഞാനത് കുറച്ച് തരാം കേട്ടോ. എന്നിട്ട് ഐറ്റം കിട്ടുമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അറേഞ്ച് ചെയ്ത് തരാം. എന്നിട്ട് ഐറ്റം വിളിച്ച് നമുക്ക് മാറ്റാം, ആ രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം, എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ടൊന്ന് റിപ്ലൈ തരാം. ഓക്കെ.